ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെറുതേൻ എടുക്കുകയാണ്. നമുക്ക് വീട്ടിൽ കുറച്ച് ചെറുതേൻ കൃഷിയുണ്ട്. അച്ചാച്ചനാണ് ചെറുതേനെ വളർത്തുന്നത്. ഇന്ന് തേനെടുക്കാൻ പോകാമെന്ന് അച്ഛൻ പറഞ്ഞപ്പം അത് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതുപോലുള്ള തടിയുടെ ചെറിയ പെട്ടികളിലാണ് ചെറുതേനീച്ചയെ നമ്മൾ വീട്ടിൽ വളർത്തുന്നത്. നമ്മൾ ഈ തേനെടുക്കുമ്പോൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഈച്ചപ്പെട്ടിയുടെ വാതിലുണ്ടല്ലോ, ഈച്ച കയറുന്ന വാതിലിൻ്റെ അവിടെ ഇതുപോലൊരു പ്ലാസ്റ്റിക് കുപ്പി വെച്ച് വാതിൽ അടച്ചതിന് ശേഷം പെട്ടിയുടെ 4 സൈഡിൽ നമ്മൾ ചെറുതായിട്ട് മുട്ടിക്കൊടുക്കണം. ഇങ്ങനെ തട്ടിക്കൊടുക്കുന്ന സമയത്ത് ഈ പെട്ടിക്കകത്തുള്ള ഈച്ച കംപ്ലീറ്റ് നമ്മുടെ ഈ കുപ്പിക്കകത്ത് വന്ന് കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. പെട്ടിയിലുള്ള കംപ്ലീറ്റ് ഈച്ചയെ നമ്മൾ പെട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടിയിലുള്ള ഏറെക്കുറെ ഈച്ചയൊക്കെ കുപ്പിയിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ആ കുപ്പി അടച്ച് മാറ്റി വെക്കണം. ഇനിയാണ് മെയിൻ സ്റ്റെപ്പ്. ഈച്ച ഓൾറെഡി നല്ല സുരക്ഷിതമായിട്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പെട്ടി നമ്മൾ മെല്ലെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല സ്ട്രോങ് ആയിട്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈച്ച അതിൻ്റെ പെട്ടി. അങ്ങനെ പെട്ടി ഇപ്പോൾ അച്ഛൻ ഓപ്പൺ ചെയ്തു. നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന ഈ കറുത്ത ഭാഗം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ തേൻ. ഈ നടുക്ക് വട്ടത്തിലിരിക്കുന്നത് ഇതിൻ്റെ മുട്ടയാണ്, ഈച്ചയുടെ മുട്ടയാണിത്. പെട്ടി തുറന്നതിന് ശേഷം അച്ഛൻ ആദ്യമേ ചെയ്തത് ഇതിൻ്റെ അടപ്പിലുണ്ടായിരുന്ന ഈച്ചയുടെ മുട്ടയുണ്ടല്ലോ, അത് അതിൽ നിന്ന് അടർത്തി മാറ്റി വേറൊരു പെട്ടിയിലേക്ക് വെക്കുകയാണ്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ മുട്ട വെച്ചാണ് നമ്മൾ ഈ കൂടുകൾ കൂട്ടുന്നത്. മീൻസ് ഇപ്പം ഈ മുട്ട, ഈ അടപ്പിൽ നിന്ന് ഈ മുട്ട എടുത്ത് വേറൊരു പെട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു പെട്ടി ഈച്ചയോടാവും. അതിനുവേണ്ടിയാണ് ഈ മുട്ട ഇതിൽ നിന്നെടുത്ത് വേറൊരു പെട്ടിയിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ പകുതി മുട്ട വേറൊരു പെട്ടിയിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഈ പെട്ടിയിലുള്ള തേനെല്ലാം അടർത്തിയെടുത്ത് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റണം. അങ്ങനെ പെട്ടിക്കകത്ത തേനെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മുട്ട വേറൊരു പെട്ടിയിലോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെട്ടിയിൽ നിന്ന് നമ്മൾ അടർത്തിയെടുത്ത ഈ തേൻ്റെ അട പിഴിഞ്ഞ് അരിച്ചാണ് നമ്മൾ കുപ്പിയിൽ നിറയ്ക്കുന്നത്. അപ്പോൾ തേനെടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പെട്ടി പഴയതുപോലെ അടച്ച് സീൽ ചെയ്ത് കെട്ടി നമ്മൾ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന ഈച്ചയെ തുറന്നു വിടണം. നമ്മൾ പെട്ടി തുറക്കുന്നതിന് മുമ്പായിട്ട് ഈച്ചയെല്ലാം ഒരു കുപ്പിയിൽ നമ്മൾ പിടിച്ചു വെച്ചിരുന്നു. ഇപ്പം പെട്ടി നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ കുപ്പിയുടെ അടപ്പ് തുറന്ന് ഈച്ചയെ നമ്മൾ റിലീസ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.